നമസ്കാരം. കോവിഡ് ലോക ജീവിതത്തെ കീഴ്മേൽ മറിച്ച മഹാമാരി. അത് തീർത്ത സംഘർഷങ്ങൾ കുറഞ്ഞു തുടങ്ങി എന്നാണ് നാം കരുതിയത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോവിഡ് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടായി വരികയാണോ എന്ന സംശയം സജീവമാകുന്നു. പുതിയ ഒരു വകഭേദമാണോ, വൈറസിന്റെ വകഭേദമാണോ ഇതിന് കാരണം? വൈറസ് വകഭേദം തന്നെ എന്താണ്? വാക്സിനുകൾ നമ്മളെ സഹായിക്കുമോ? പുതിയൊരു തരംഗം നമ്മുടെ മുന്നിലുണ്ടോ? ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ മനോരമ ഓൺലൈനൊപ്പമുള്ളത് ജിനോമിക് സയന്റിസ്റ്റ് എന്ന നിലയിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ, കോവിഡ് കാലത്തും അല്ലാതെയും ഈ രംഗത്ത് വളരെ സജീവമായി ഇടപെടുന്ന മലയാളി കൂടിയായ ഡോക്ടർ വിനോദ് സ്കറിയയാണ്. നമസ്കാരം ഡോക്ടർ വിനോദ്. ആദ്യമായി ഡോക്ടർ, ഈ കോവിഡ് കാലത്ത് നമ്മൾ ഒത്തിരി കോവിഡ് റിലേറ്റഡ് വാക്കുകൾ, ശരിക്കും പറഞ്ഞാൽ കോവിഡുമായി ബന്ധപ്പെട്ട ഒരു ഡിക്ഷണറി പോലും ഉണ്ടാക്കാവുന്ന തരം വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു. വളരെ ലളിതമായി നമുക്ക് എന്താണ് ഈ കോവിഡ് വേരിയന്റ് അല്ലെങ്കിൽ വൈറസിന്റെ വേരിയന്റ് എന്താണ്? അത് ഈ ജനിതക വകഭേദം അത് തീർക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? കോവിഡിന്റെ കാര്യത്തിൽ വിശേഷിച്ചും ഒട്ടനവധി വൈറസ് വകഭേദങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു. അതിനകത്ത് ശരിക്കും അതിന്റെ ഒരു പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ അത് ഓരോ വകഭേദങ്ങൾക്കും ഓരോ തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. ശരിക്കും എന്താണ് ഈ ജനിതക വകഭേദം? അതിന്റെ തുടർച്ചയായ കാര്യങ്ങളൊന്നും വെച്ചാൽ എല്ലാ ജീവജാലങ്ങളും ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഈ എവല്യൂഷൻ നടക്കുന്നത് മ്യൂട്ടേഷൻസ് വഴിയാണ്, അതായത് ജനിതക മാറ്റങ്ങൾ വഴിയാണ്. എല്ലാ ജീവജാലങ്ങളും പറയുമ്പോൾ മനുഷ്യൻ തൊട്ട് വൈറസ് വരെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഈ മ്യൂട്ടേഷനുകൾ സംഭവിക്കുന്നുണ്ട്. വൈറസുകളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ജനിതക വകഭേദങ്ങൾ വരുന്നതിന്റെ റേറ്റ് അല്ലെങ്കിൽ തോത് വളരെ കൂടുതലാണ് മനുഷ്യനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വൈറസിൽ ഉണ്ടാകുന്ന ജനിതക വകമാറ്റങ്ങൾ കാരണം അത് ചില സമയത്ത് അഡാപ്റ്റഡ് ആവുന്നുണ്ട് ചില സന്ദർഭങ്ങൾക്കനുസരിച്ച്. അപ്പൊ ഈ അഡാപ്റ്റഡ് ആവുന്ന ജനിതക മാറ്റമുള്ള വൈറസുകളെയാണ് നമ്മൾ വകഭേദം അഥവാ വേരിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വേരിയന്റ് ഉണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഒന്ന്, ഒരാൾക്ക് ഒരു ജനിതക വകമാറ്റം വന്ന ഒരു വൈറസ് ലഭിച്ച് അത് സൂപ്പർ സ്പ്രെഡ് ചെയ്ത് വേറെ കുറെ ആളുകൾക്ക് എത്തിയാൽ അതും ഒരു വേരിയന്റ് തന്നെയാണ്. കാരണം ആ വേരിയന്റ് കാരണമാണ് ആ ഇൻഫെക്ഷൻ മുഴുവൻ ഉണ്ടാകുന്നത്. കോവിഡിനെ കുറിച്ച് പറയുമ്പോൾ കോവിഡിന് മാത്രം കുറച്ച് വകഭേദങ്ങൾ, പ്രത്യേകിച്ചും വേരിയന്റ് ഓഫ് കൺസേൺ ആയി WHO തന്നെ പേരിട്ട, വിശേഷിപ്പിച്ച ജാഗ്രത കാണിക്കേണ്ടതെന്ന് പറഞ്ഞ വകഭേദങ്ങളുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആയിരക്കണക്കിന് കോവിഡ് വകഭേദങ്ങൾ ഇപ്പൊ മനുഷ്യ അറിയുന്നതായിട്ടുണ്ട്. അതിൽ വളരെ കുറഞ്ഞ ചില വകഭേദങ്ങൾ പെട്ടെന്ന് പടരുന്നതായോ, അതായത് ഇൻക്രീസ് ഇൻഫെക്ടിവിറ്റി ഉള്ളതായോ, അഥവാ സിവിയർ ഡിസീസ്, ശേഷി കൂടുതലുള്ള രോഗതീവ്രത കൂടെയുള്ള വകഭേദങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വകഭേദങ്ങളെയാണ് WHO വേരിയന്റ് ഓഫ് കൺസേൺ എന്നായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുമ്പ് പല പേരുകൾ ഉണ്ടായിരുന്നെങ്കിലും ഈ അടുത്ത കാലത്ത് ഇതിന് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എന്ന ഗ്രീക്ക് നാമങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു വകഭേദ നോമൻക്ലേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ വേരിയന്റ് ഓഫ് കൺസേൺ എന്നതിന്റെ അർത്ഥം ഇതിന് തീവ്ര വ്യാപനശേഷിയോ അതേപോലെ തന്നെ രോഗതീവ്രത കാരണമാക്കുന്നതോ ആയ വകഭേദങ്ങളാണെന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ ഈ മൂന്നാം തരംഗത്തെ കുറിച്ചുള്ള വാർത്തകൾ എല്ലാം സജീവമായി കേട്ടത് ഒമിക്രോൺ എന്നൊരു വകഭേദമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതിനു മുമ്പ് ഡെൽറ്റ ആയിരുന്നു, പിന്നീട് ഒമിക്രോൺ ആയി. ഈ ഒമിക്രോൺ വകഭേദം തന്നെയാണോ ഇപ്പോഴും നമ്മുടെ ചുറ്റിലും ഉള്ളത്? ഈ മൂന്നാം തരംഗം കഴിഞ്ഞ് ഒരു തരംഗം ഉണ്ടായാൽ അതിനും ഒമിക്രോൺ തന്നെ ആയിരിക്കുമോ പ്രശ്നം ഉണ്ടാക്കുക? അതോ ഒരു പുതിയ വകഭേദത്തിന്റെ സാന്നിധ്യം ലോകത്ത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അതിനെക്കുറിച്ച് അന്വേഷണങ്ങളോ ഗവേഷണങ്ങളോ നടക്കുകയോ ചെയ്യുന്നുണ്ടോ? ഈ കഴിഞ്ഞ വകഭേദം, ഈ ഒമിക്രോൺ എന്ന് പറഞ്ഞ വകഭേദം കണ്ടെത്തിയത് സൗത്ത് ആഫ്രിക്കയിലെ റിസർച്ചേഴ്സ് ആണ്. സൗത്ത് ആഫ്രിക്ക മാത്രമല്ല, സൗത്ത് ആഫ്രിക്കയിലെ അയൽ രാജ്യങ്ങളായ ബോട്സ്വാന മുതലായ രാജ്യങ്ങളിലും ഇത് വളരെ പ്രബലമായി കണ്ടുപെട്ടു വന്നിട്ടുണ്ട്. ഈ ഒമിക്രോൺ വകഭേദമാണ് ലോകം മുഴുവനും പടർന്ന് ഒരു തേർഡ് വേവ് സാധ്യമായത് സൃഷ്ടിച്ചത്. ഈ ഒമിക്രോൺ വകഭേദത്തിന്റെ മേജർ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇമ്മ്യൂൺ എസ്കേപ്പ് കപ്പബിലിറ്റി ഉള്ളതാണ്. അതായത് ഇതിനു മുമ്പ് രോഗം ബാധിച്ച് ഇമ്മ്യൂൺ ആയ ആളുകളെയോ വാക്സിൻ ലഭിച്ച് ഇമ്മ്യൂൺ ആയ ആളുകളെയോ ഇമ്മ്യൂണിറ്റീനെ ഈ വകഭേദത്തിന് ഇവേഡ് ചെയ്യാൻ പറ്റും, മറികടക്കാൻ പറ്റും. അതായത് ഇത്തരത്തിലുള്ള ആളുകൾക്കും ഈ വൈറസ് മുഖാന്തരം ഇൻഫെക്ഷൻ അല്ലെങ്കിൽ രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാരണം ഇത് ലോകം മുഴുവനും വ്യാപിച്ചു. ഇപ്പോൾ നടക്കുന്നതെല്ലാം ഈ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപവകഭേദങ്ങളാണ്. മൂന്നാം തരംഗത്തിന്റെ ഒരു തീവ്രത ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു ഘട്ടത്തിൽ ഒരു പഠനം IIT കാൺപൂറിൻ്റെതായി വന്നിരുന്നു. വലിയ ചർച്ച ഉണ്ടായ, അതേസമയം കൗതുകകരമായ ഒരു പഠനം അവർ പറഞ്ഞത്
ജൂൺ 22 ഇന്ത്യയിൽ ഒരു 4ാം തരംഗം തുടങ്ങുമെന്നും അത് ഒക്ടോബറിൽ വളരെ അവസാനിക്കുമെന്നും അതിനിടയിൽ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും അത് പാരമ്യത്തിലെത്തും എന്നുമാണ്. സത്യത്തിൽ ഇത്തരം പ്രഡിക്ഷൻസിനെ, പ്രവചനങ്ങളെ, ഈ അപ്രതീക്ഷിത സ്വഭാവം കാണിക്കുന്ന വകഭേദങ്ങളുടെ, വൈറസുകളുടെ കാര്യത്തിൽ നമുക്ക് ഇത്തരം പ്രവചനങ്ങളെ വിശ്വസിക്കാൻ കഴിയുമോ? ഈ IIT കാൺപൂരിന്റെ ഈ പഠനത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേസ് ഒരു ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ പതുക്കെ കയറി വരുന്നു, അതിന്റെ ആ പ്രവചനം ശരിയാണ് എന്ന സൂചന ആളുകൾക്ക് തോന്നുന്നു തരത്തിലാണ് കാര്യങ്ങൾ. എന്താണ് ശരിക്കും അതിന്റെ ഒരു? ഈ പ്രവചനങ്ങൾ നടത്തുന്നതിന് 2 ലോജിക്കാണുള്ളത്. ഒരു ലോജിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് ഇൻഫെക്ഷൻ വന്ന ആളുകളുടെ ആന്റിബോഡി ലെവൽസ് കുറച്ചു നേരം കഴിയുമ്പോൾ അത് കുറഞ്ഞു വരും. അപ്പം ഇങ്ങനെ കുറഞ്ഞു വരുന്ന ആളുകളിൽ വൈറസ് ഇൻഫെക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. രണ്ടാമത്തേത് ഈ ഹ്യൂമൻ ബിഹേവിയർ ഒരു സൈക്ലിക്കൽ ബിഹേവിയർ ആണ്. അതായത് മാസ്ക് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള നോൺ ഫാർമക്കോളജിക്കൽ ഇന്റർവെൻഷൻ നമ്മൾ ചെയ്യുന്നതും ഒരു സൈക്ലിക്കൽ ബിഹേവിയർ ആണ്. ഇതുപോലെ തന്നെ വൈറസും മാറി വരുന്നുണ്ട്, അതും ഒരു സൈക്ലിക്കൽ ബിഹേവിയർ ആണ്. അപ്പൊ ഇത് മൂന്നും കൂടി ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് നമ്മളൊരു വേവ് ഉണ്ടാവുക. അപ്പൊ ഈ പ്രഡിക്ഷൻസിന്റെ എല്ലാം ബേസിസ് ഇങ്ങനത്തെയുള്ള പാരാമീറ്റേഴ്സ് ആണ്. എത്ര പെട്ടെന്നാണ് വൈറസ് മാറുന്നത്, എത്ര പെട്ടെന്നാണ് ആന്റിബോഡി ലെവലുകൾ കുറയുന്നത്, എങ്ങനെയാണ് ആളുകളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രഡിക്ഷൻസ് പല പ്രഡിക്ഷൻസ് ഉണ്ട്. IIT കാൺപൂർ പോലെയുള്ള പ്രഡിക്ഷൻസ് ആണ് IHME എന്നുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് നടത്തുന്ന പ്രഡിക്ഷൻസ്. അപ്പോൾ ലോകമെമ്പാടും ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യം എന്താണെന്ന്, പ്രഡിക്ഷൻസ് ആണ്. അതിൽ ചിലതിൽ കഴമ്പുണ്ട്, ചിലതിൽ കഴമ്പില്ല. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നമ്മൾ വിചാരിക്കേണ്ടത് ഈ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നിടത്തോളം കാലം ഇത് മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്തരം മ്യൂട്ടേറ്റ് ചെയ്യുന്ന വൈറസുകൾ ചെറിയ സർജ് ഓഫ് ഇൻഫെക്ഷൻസ് നടത്തും. അപ്പം ഇത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം വൈറസിന്റെ മ്യൂട്ടേഷൻ നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വാക്സിൻ എടുക്കുക, 2 ഡോസെങ്കിലും വാക്സിൻ എടുക്കുക, ബൂസ്റ്റർ ലഭ്യമായവർക്ക് ബൂസ്റ്റർ എടുക്കുക. അതുപോലെ തന്നെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോൺ ഫാർമക്കോളജിക്കൽ ഇന്റർവെൻഷൻസ്, അതായത് മാസ്ക് ഉപയോഗിക്കുക, ഡിസ്റ്റൻസിങ് പാലിക്കുക, വെന്റിലേഷൻ ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുജനത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇത് അടുത്ത കാലത്ത് ഒരു 2-3 കൊല്ലത്തേക്കെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കും ബിഫോർ ദ വൈറസ് ഗോസ് അവേ. ഡോക്ടർ തന്നെ പറഞ്ഞു ഈ വൈറസുകൾ ഇങ്ങനെ സ്വാഭാവികമായി അതിന്റെ ഒരു സ്വാഭാവിക പരിണാമവും മാറ്റവും സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ പല തരംഗങ്ങൾ നമ്മൾ കണ്ടു, വലിയ കേസുകൾ നമ്മൾ കണ്ടു. പക്ഷെ ഇപ്പോ പൊതുവായി കഴിഞ്ഞ 3ാം തരംഗം മുതൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലൈസേഷൻ ഗണ്യമായി കുറഞ്ഞു, മരണം കുറഞ്ഞു. അങ്ങനെ ഒരു ഫീൽ പൊതുവിൽ ഈ വൈറസിനെ സംബന്ധിച്ചുണ്ട്. ശരിക്കും വൈറസ് ദുർബലമായിട്ടുണ്ടോ? ഈ കാലത്തിനിടയിൽ വൈറസ് ദുർബലമായോ? ഇല്ല, ഇതിനർത്ഥം വൈറസ് ദുർബലമായി എന്നല്ല, ഇതിനർത്ഥം ഹ്യൂമൻ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്തു എന്നാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടിരുന്ന വേവ്സ് വാക്സിനേഷൻ വളരെ അധികം തോതിൽ ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും വാക്സിൻ 2 ഡോസ് വാക്സിൻ കിട്ടിയിട്ടുണ്ട്. പ്രായമുള്ളവർക്ക് 3 ഡോസ് കിട്ടിയിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് തന്നെ ഇപ്പൊ 3 ഡോസ് വാക്സിൻ കൊടുത്തു വരുന്നു. അപ്പം ജനറലി നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടി വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ വളരെയധികം ആളുകൾക്ക് ഓൾറെഡി കോവിഡ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണമുള്ള നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയും ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടിയാണ് ഈ രോഗതീവ്രത കുറയുന്നു എന്ന് നമ്മൾ അനുഭവപ്പെടുന്നത്. ഇത് വൈറസ് രോഗതീവ്രത കുറഞ്ഞതുകൊണ്ടല്ല, നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരുന്നു. ഡോക്ടർ വാക്സിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഈ വാക്സിൻ ഗവേഷണം നടത്തുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായ വാക്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് രോഗം പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അതിന് ശരിക്കും പറഞ്ഞ വൈറസിന് സംഭവിച്ചതുപോലെ എവല്യൂഷൻ ഈ വാക്സിൻ തിയറിയെ സംബന്ധിച്ചുണ്ടായി. വാക്സിന്റെ കാര്യത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞു പ്രതിരോധിക്കാൻ കഴിയുമെന്ന്, കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിന്റെ മരണം ഒഴിവാക്കാൻ കഴിയുമെന്ന്, ഇപ്പം ആ ഹോസ്പിറ്റലൈസേഷൻ കുറയ്ക്കാൻ കഴിയുന്നു. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഈ വാക്സിന്റെ ഒരു ശരിയായ റോള് നമുക്ക് ഈ കോവിഡിനെ സംബന്ധിച്ചുണ്ടായ വാക്സിനുകൾ നിർവഹിച്ചിട്ടുണ്ട്? എന്താണ് വാക്സിന്റെ ഒരു റോൾ ഇപ്പൊ നിലവിൽ? നമ്മൾ വാക്സിനുകളെ പറ്റി ആലോചിക്കുമ്പോൾ വാക്സിന് മേജർലി 2 എൻഡ് പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് രോഗപ്രതിരോധ ശേഷി, അതായത് രോഗം വരുന്നത് ഒഴിവാക്കുക. രണ്ടാമത്തേത് രോഗം വന്നാൽ അതിന്റെ തീവ്രത അല്ലെങ്കിൽ സിവിയറിറ്റി കുറയ്ക്കുക. ഇത് 2 മേജർ എൻഡ് പോയിന്റ്സ്. കോവിഡ് വാക്സിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ കോവിഡ് വാക്സിൻ ഉണ്ടാക്കിയ സമയത്ത്, അതായത് നമ്മുടെ ആദ്യത്തെ വേവിന്റെ സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് കോവിഡ് വാക്സിൻ ഉണ്ടാക്കിയാൽ, കോവിഡ് വാക്സിൻ കൊടുത്താൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ പറ്റുമോ. പക്ഷെ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് മനസ്സിലായി, ഇങ്ങനെയുള്ള വാക്സിനുകളും ഇങ്ങനെയുള്ള ആന്റിബോഡീസും കാരണമുള്ള രോഗപ്രതിരോധ ശേഷിയെ മറികടക്കാൻ പറ്റുന്ന ജനിതക വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം സെക്കൻഡ് എൻഡ് പോയിന്റ്, അതായത് രോഗ തീവ്രത ശേഷി കുറയ്ക്കാൻ പറ്റുന്ന എന്നുള്ളൊരു എൻഡ് പോയിന്റ് ഇപ്പോഴും വാക്സിന് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് വാക്സിനുകൾ ഇപ്പോഴും ഉപയോഗിക്കേണ്ടതും. അതുകൊണ്ട് തന്നെയാണ് പ്രായമായാലും കോമോബിലിറ്റീസ് ഉള്ള ആളുകളിലും ഈ ബൂസ്റ്റർ ഡോസ് വാക്സിൻ കൊടുക്കണമെന്ന് പറയുന്നതും ഇതിനുകൊണ്ട് തന്നെയാണ്. ഇതിനർത്ഥം വാക്സിനുകൾ യൂസ്ലെസ് ആണെന്നല്ല, പക്ഷെ വാക്സിൻ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ എൻഡ് പോയിന്റ്സും നമുക്ക് ആർജിക്കാൻ പറ്റിയില്ല, കാരണം വൈറസ് മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഡോക്ടർ തന്നെ പറഞ്ഞു നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി ലെവല് കൂടിയും കുറഞ്ഞു വരിക, അതായത് കൂടുന്നു. അതുകൊണ്ടാവാം എന്താണ് വൈറസുകൾ ദുർബലമാവുന്നില്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതേസമയം തന്നെ നമ്മുടെ സർക്കാരും മറ്റു സംവിധാനങ്ങളും എല്ലാം നമുക്ക് ബൂസ്റ്റർ ഡോസുകൾ അനിവാര്യമാണ് എന്ന് പറയുന്നു. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഇതിന്റെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കുറഞ്ഞു വരുന്നു. നമുക്ക് ഇനിയുള്ള കാലം മുഴുവൻ ഈ ഒരു നിശ്ചിത ഇടവേളയിൽ ഈ വാക്സിൻ തുടരേണ്ടി വരുമോ? എല്ലാവർക്കും തുടരേണ്ടി വരുമെന്ന് ഞാൻ പറയില്ല. കാരണം ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് 2 ആംസ് ഉണ്ട്. ഒന്ന് ആന്റിബോഡി മൂലമുണ്ടാവുന്ന ഇമ്മ്യൂൺ പ്രതിരോധ ശേഷി, അതായത് രോഗപ്രതിരോധ ശേഷി. രണ്ടാമത്തേത് ടി സെൽസ് പോലെയുള്ള മെമ്മറി സെൽസ് പോലെയുള്ള സെൽസ് കാരണം ഉണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി. അപ്പം ഇതിൽ നമ്മൾ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ ആന്റിബോഡി കാരണമുള്ള രോഗപ്രതിരോധ ശേഷിയാണ് സമയാസമയം കൂടിയും കുറഞ്ഞും വരുന്നത്. ഈ ടി സെൽസ് കാരണമുള്ള രോഗപ്രതിരോധ ശേഷി ഓൾമോസ്റ്റ് പെർമനന്റ് ആണ്. അതായത് ഒരിക്കലും ഒരാൾക്ക് ഇൻഫെക്ഷൻ വന്നു അല്ലെങ്കിൽ വാക്സിനേഷൻ കിട്ടിയാൽ ആ ടി സെൽസ് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. ആ ടി സെൽസ് എപ്പോഴും നമുക്ക് ഈ ടി സെൽസ് ആണ് നമ്മളെ സിവിയർ ഡിസീസിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അപ്പം ആ എൻഡ് പോയിന്റ് ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ്. ആന്റിബോഡി ലെവൽസ് കൂടിയും കുറഞ്ഞു വരിക്കും. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് പോലെ ഒമിക്രോണിന്റെ പുതിയ വകഭേദങ്ങൾക്ക് ആന്റിബോഡി ഉള്ള ആളുകൾക്ക് പോലും ഇൻഫെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിനർത്ഥം വാക്സിൻ ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, പക്ഷെ വാക്സിൻ എടുക്കണം, കാരണം നമുക്ക് സിവിയർ ഡിസീസ് അതുവഴി ഒഴിവാക്കാം. നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രതിരോധ ശേഷിയുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് വാക്സിൻ വഴിയും മറ്റുമൊക്കെ കിട്ടുന്ന ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ആന്റിബോഡി ലെവൽ. അതല്ലാതെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് മോഡിൽ ഉണ്ടാകുന്ന ടി സെൽസ്, അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ടി സെൽസിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടതുണ്ടോ, അതോ നാച്ചുറലി ഇതൊരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ, രോഗാണു വരുമ്പോൾ ഈ ടി സെൽസ് കൂടി ആക്ട് ചെയ്യുമോ? എങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ് മെക്കാനിസം? നമ്മുടെ ശരീരത്തിനുള്ളിൽ 10,000 മില്യൺസ് കണക്കിന് ടി സെൽസ് ഉണ്ട്. അതിന് ഓരോ രോഗാണുവിനെയും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ആ അത്തരത്തിലുള്ള ഒരു രോഗാണു അകത്ത് വന്നാൽ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് അതിനെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പം ഇത്തരത്തിലുള്ള ഒരു ടി സെൽ റെപ്പർട്ടോയർ ആണ് നമ്മുടെ ബോഡിക്കുള്ളിലുള്ളത്. അപ്പം ഈ ടി സെൽ റെപ്പർട്ടോയറെ നമ്മൾ ഉത്തേജിപ്പിക്കേണ്ട ആവശ്യമില്ല. രോഗം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ രോഗാണു അകത്തെത്തി കഴിയുമ്പോൾ ടി സെൽ പ്രതികരിച്ചു തുടങ്ങും. ആ ടി സെൽ പ്രതിരോധിക്കാൻ കുറച്ച് സമയമെടുക്കും, പക്ഷെ എന്നിരുന്നാലും അത് പ്രതിരോധിച്ചിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ബൂസ്റ്റേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ബൂസ്റ്റേഴ്സ് നമ്മൾ സാധാരണ എടുക്കുന്നത് ആന്റിബോഡി ലെവൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡോക്ടർ, നമ്മൾ കേരളത്തിന്റെ ഒരു സാഹചര്യം വിലയിരുത്തൽ വളരെ ആ വാക്ക് ഉപയോഗിച്ചാൽ മിസ്റ്റീരിയസ് ആയ നിഗൂഢമായ ഒരു കോവിഡ് ഡാറ്റയാണ് കേരളത്തിൽ നിന്ന് എക്കാലവും കിട്ടുന്നത്. ഒരു പുതിയ തരംഗം ഉണ്ടാകുമ്പോൾ അതിന്റെ ആദ്യ സൂചന കേരളത്തിൽ നിന്നുണ്ടാകുന്നു. അതേപോലെ തന്നെ ഒരു ഘട്ടത്തിലും കേരളത്തിൽ കോവിഡിന്റെ നമ്പർ താഴുന്നില്ല, കുറയുന്നില്ല. കേരളത്തിലെ കോവിഡ് സാഹചര്യത്തെ ഒരു ജിനോമിക് സയന്റിസ്റ്റ് എന്ന നിലയിൽ വിലയിരുത്തിയാൽ എന്താണ് അതിനെ? ഇത് കോവിഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, വളരെ പല ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ കാര്യത്തിലും കേരളത്തിലാണ് ആദ്യമായി വരുന്നത്. ഇതിനർത്ഥം ഇത്തരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് കേരളത്തിൽ മാത്രമായി എന്നല്ല. നമ്മൾ എന്ത് നോക്കുന്നു അത് നമ്മൾ കണ്ടെത്തും. സർവൈലൻസ് സിസ്റ്റം കൂടുതലാണ്, ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ കണ്ടെത്തും. ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ കോവിഡിൽ വളരെ പല സ്റ്റേറ്റ്സിലും ഇപ്പോൾ കോവിഡ് ടെസ്റ്റിംഗ് ഓൾമോസ്റ്റ് നാമമാത്രമായി കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോഴും വളരെയധികം ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പം ടെസ്റ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ കൂടുതൽ കണ്ടെത്തും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുമ്പോൾ ആളുകളും കൂടുതൽ അവെയർ ആണ്. അവർ പോയി ടെസ്റ്റ് ചെയ്യും. ചെറിയ പനി ജലദോഷമാണെങ്കിൽ പോലും അവർ പോയി ടെസ്റ്റ് ചെയ്യും. അതുമൂലം ഇത്തരത്തിലുള്ള കോവിഡ് കേസുകൾ കണ്ടെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം കേസ് കൂടുന്നു, നമ്പേഴ്സ് കൂടുന്നു എന്നത് പ്രത്യേകിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ അത് കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാകുന്നു. ആളുകൾ കൂടുതൽ അവെയർ ആയതുകൊണ്ട് ആളുകൾ പോയി ടെസ്റ്റ് ചെയ്യുന്നു. അതിനർത്ഥം കേരളത്തിൽ മാത്രം കോവിഡ് ഉണ്ട് എന്നർത്ഥം. ജനിതക ശ്രേണീകരണമാണ് ശരിക്കും വകഭേദങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനും ഒക്കെ സഹായിക്കുന്നത്. നമ്മുടെ ഒരു സർവൈലൻസ് സിസ്റ്റം എത്രമാത്രം സജ്ജമാണ് കോവിഡിന്റെ കാര്യത്തിൽ? അത് കേരളത്തിൻ്റെത് എങ്ങനെയാണ്, ഇന്ത്യയുടേത് എങ്ങനെയാണ്? ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട് കേരളവുമായി ബന്ധപ്പെട്ടും ഒക്കെ അടുത്ത് ഇടപെട്ട ഒരാൾ കൂടിയാണ്, അതുകൊണ്ട് ചോദിക്കുന്നത്. കോവിഡ് ജിനോമിക് സർവൈലൻസ് എന്നൊരു കൺസെപ്റ്റ് ഈ കോവിഡ് ഉണ്ടായ കാലത്ത് തുടങ്ങിയതല്ല.
ഇത് ആൽഫ വകഭേദം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തിയതിന് ശേഷം ആളുകൾ ആൽഫ ബീറ്റ വകഭേദങ്ങൾ സൗത്ത് ആഫ്രിക്ക UK എന്ന് കണ്ടെത്തിയതിനു ശേഷം ആളുകൾക്ക് മനസ്സിലായി ഇത് വെറും RT-PCR കൊണ്ട് മാത്രം നമുക്ക് ഈ വകഭേദങ്ങളെ കണ്ടെത്താൻ പറ്റില്ല, ഇതിന് ജനിതക ശ്രേണീകരണം അല്ലെങ്കിൽ ജിനോം സീക്വൻസിങ് ആവശ്യം വരും. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ജനിതക ശ്രേണീകരണം നടത്തിയത് കേരളമാണ്, തുടങ്ങിയത് കേരളമാണ്. അത് CSR-IJB എന്ന് പറഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നിട്ടാണ് ഈ ജനിതക ശ്രേണീകരണം നടത്തിയത്. അതിനുശേഷം കേരളത്തിന്റെ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയതിനു ശേഷം നാഷണൽ പ്രോഗ്രാം ഉണ്ടായി ഇൻസാകോഗ്. അതിനുശേഷം കേരളവും ഈ ഇൻസാകോഗിന്റെ പാർട്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ കേരളത്തിന്റെ ജനിതക ശ്രേണീകരണം നടത്തുന്നത് RGCB എന്ന ഒരു ഓർഗനൈസേഷനാണ്, തിരുവനന്തപുരത്തുള്ള ഒരു ഓർഗനൈസേഷനാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ജനിതക ശ്രേണീകരണം അവർ നടത്തുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയും അവർ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജനിതക ശ്രേണീകരണം വഴി നമുക്ക് മനസ്സിലാക്കുന്നത് ഈ എമേർജ് ചെയ്യുന്ന പുതിയ ജനിതക വകഭേദങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റും. കണ്ടെത്തിയാൽ അതിനനുസരിച്ചുള്ള പ്രൊആക്റ്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാൻ കഴിയും. ഈ പുതിയ ഡാറ്റാസിനെ കുറിച്ചൊക്കെ ഡോക്ടർ മനസ്സിലാക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ ഒരു ഡാറ്റ അനുസരിച്ച് നമ്മുടെ ഒമിക്രോണിന്റെ പ്രസൻസ്, നമ്മൾ പുതുതായി ജനിതക ശ്രേണീകരണം നടത്തുന്ന സാമ്പിളുകളിൽ എത്ര പെർസെന്റേജ്, ഒരു ആവറേജ് പറഞ്ഞാൽ ഒമിക്രോൺ എത്രമാത്രമുണ്ട്, മറ്റു വകഭേദങ്ങളുടെ സാന്നിധ്യം എത്രമാത്രമുണ്ട്? ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സീക്വൻസിലും നമ്മൾ കണ്ടുവരുന്നത് പബ്ലിക് ഡൊമെയിൻ ഡേറ്റയിൽ നമ്മൾ കണ്ടുവരുന്നത് എല്ലാം ഒമിക്രോണും ഒമിക്രോണിന്റെ വകഭേദങ്ങളും ഉപവിഭാഗങ്ങളും. എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യവും ആശങ്കയും, നമ്മൾ എത്ര കാലം കൂടി കോവിഡിനൊപ്പം ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ കോവിഡ് എന്ന് അവസാനിക്കും? പ്രത്യേകിച്ച് സാഴ്സ്, മെഴ്സ് അങ്ങനെയുള്ള കൊറോണയുടെ തന്നെ പല മഹാമാരികളെയും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കണ്ടതാണ്. കോവിഡിന്റെ കാര്യത്തിൽ എന്താണ്, നമുക്ക് എത്ര കാലം കൂടി ഇതിനൊപ്പം ജീവിക്കേണ്ടി വരും? കോവിഡിന്റെ കൂടെ നമുക്ക് കുറെ അധികം കാലമെങ്കിലും ജീവിക്കേണ്ടി വരും. അത് കൃത്യമായിട്ട് 1 കൊല്ലം 2 കൊല്ലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെയുള്ള ഇൻഫെക്ഷൻസും സർജസ് ഓഫ് ഇൻഫെക്ഷൻസും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഹ്യൂമൻ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, എൻവയൺമെന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, വൈറസും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇത്തരത്തിലുള്ള സർജസ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ 6 മാസത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള 3 ചെറിയ സർജസ് നടന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സർജസ് കേസുകൾ വരും, കുറയും. ഹ്യൂമൻ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള സർജസിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ കുറഞ്ഞു വരും. ഇവൻച്വലി ഇതൊരു എൻഡമിക് സ്റ്റേറ്റിലെത്തും. അതായത് ഇത് കമ്മ്യൂണിറ്റിയിൽ ഇല്ലാതെയാകുന്നില്ല, കമ്മ്യൂണിറ്റിയിൽ വളരെയധികം പരന്നിട്ട് ഇത്തരത്തിലുള്ള വലിയ സർജസ് വരാതെയാവും. അപ്പൊ ആ സ്ഥിതിയിലാണ് നമ്മൾ കോവിഡ് പാൻഡമിക് കഴിഞ്ഞു അല്ലെങ്കിൽ എൻഡമിക് ആയി എന്ന് നമ്മൾ പറഞ്ഞു വരിക. ഡോക്ടർ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പലതരത്തിലാണ് കോവിഡിനെ പ്രതിരോധിച്ചത്. ചിലയിടത്ത് പ്രത്യേകതരം മെഷേഴ്സ് ഒന്നുമില്ലാതെ വളരെ ഫ്രീ ആയി ആളുകളെ വിടുകയും അപ്പൊ അതുവഴി ചില മെച്ചവും ഉണ്ടായി. നമ്മുടെ എക്കോണമി ആണെങ്കിലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അതേസമയം നമ്മുടെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന പ്രതിരോധ സ്ട്രാറ്റജിയിൽ അത്തരത്തിൽ ഒരുപാട് വിള്ളലുകൾ നമുക്ക് സംഭവിച്ചു. ശരിക്കും ഇതിന് അതേസമയം എൻഡ് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് രണ്ടിടത്തെയും റിസൾട്ട് എന്ന തരത്തിലുള്ള പഠനങ്ങളുണ്ട്. ഡോക്ടർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ശരിക്കും ഒരു ഓവർ പ്രതിരോധ മെഷേഴ്സ് നമുക്ക് ആവശ്യമാണോ? എന്താണ് ശരിക്കും അതിന്റെ ഒരു? ഇതിൽ ചില പ്രതിരോധ മെഷേഴ്സ് സയന്റിഫിക് ബേസിസ് ഉണ്ടായിരുന്നതാണ്, ചില പ്രതിരോധ മെഷേഴ്സിന് സയന്റിഫിക് ബേസിസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് ഇമ്പോസ് ചെയ്ത കാലത്ത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ റിസോഴ്സസും വളരെ പരിമിതമായിരുന്നു. കോവിഡ് വന്ന സമയത്ത് നമുക്ക് അധികം അറിയുന്നുണ്ടായിരുന്നില്ല കോവിഡ് എന്താണ്. കാരണം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്, ചൈന ഫോർ എക്സാമ്പിൾ, ചൈന സൗത്ത് ഏഷ്യയിലെ പല രാജ്യങ്ങളെ അപേക്ഷിച്ച് സാർസ് കൊറോണ വൈറസിന്റെ ഒരു ഔട്ട് ബ്രേക്ക് ഇന്ത്യ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സൗത്ത് ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സാർസ് കൊറോണ വൈറസ് ഔട്ട് ബ്രേക്സ് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുമൂലം അവർക്ക് ആർജിച്ച പ്രതിരോധ ശേഷി ഒന്ന്. രണ്ടാമത്തേത് ഇത് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ള ഒരു പബ്ലിക് ഹെൽത്ത് മെഷർ, അതായത് മാസ്ക് ഉപയോഗിക്കുക, ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക, ഹാൻഡ് സാനിറ്റൈസേഷൻ, ഇത്തരത്തിലുള്ള പ്രതിരോധ മെഷേഴ്സ്. മൂന്നാമത്തേത് ഇത്തരത്തിലുള്ള ഔട്ട്ബ്രേക്ക് ഉണ്ടായാൽ എത്ര പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് അവരെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കപ്പാബിലിറ്റി. ഇത് മൂന്നും സാർസ് കൊറോണ വൈറസ്, അത് ആദ്യത്തെ സാർസ് വൈറസ് ബാധിച്ച രാജ്യങ്ങളിൽ വളരെ അധികമായിട്ട് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കൊറിയ, ജപ്പാൻ മുതലായ കൺട്രീസിൽ അവർക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വൈറസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. വളരെയധികം കൺട്രീസ്, ഇന്ത്യ പോലുള്ള കൺട്രീസ് ഇത്തരത്തിലുള്ള സാർസ് കൊറോണ വൈറസ് മുമ്പ് കണ്ടിട്ടില്ല. സോ വി നെവർ ഹാഡ് ദ കപ്പാസിറ്റി RT-PCR ചെയ്യുവാനോ വാക്സിനുകൾ ഉണ്ടാക്കുവാനോ ഇത്തരത്തിലുള്ള മാസ്കുകൾ പബ്ലിക് സ്കെയിലിൽ ഉപയോഗിക്കാനോ ഉള്ള ഒരു പ്രിപ്പയർനെസ് നമുക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ചില ഡിസിഷൻസ് നമ്മൾ ഉപയോഗിച്ചത്
ലാർജ്ലി ബിക്കോസ് നമുക്ക് അറിയില്ല ഈ വൈറസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിനെന്ത് തയ്യാറെടുപ്പ് വേണമെന്നുള്ളതും നമുക്ക് അറിയത്തില്ല. അപ്പൊ ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് രോഗത്തെ പ്രതിരോധിച്ച കുറേയധികം കൺട്രീസ് നോക്കുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കുറേയധികം കൺട്രീസ് ഇത്തരത്തിലുള്ള കൊറോണ വൈറസിനെ വളരെയധികം നന്നായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഇത്തരത്തിലുള്ള വൈറസുകൾ മുമ്പ് കണ്ടിട്ടുണ്ട്, അവർക്ക് ആ പബ്ലിക് കുറിച്ച് ധാരണയുണ്ട്. അപ്പം ആ പബ്ലിക് അവയർനെസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമുക്കറിയാം കൊറോണ വൈറസ് നല്ലൊരു N95 മാസ്ക് ഉപയോഗിച്ച് വാക്സിൻ 2 ഡോസ് എടുത്താൽ നമുക്ക് വളരെ നന്നായിട്ട് പ്രതിരോധിക്കാൻ പറ്റിയ ഒരു വൈറസ് ആണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള ലോക്ക്ഡൌൺ പോലെയുള്ള കാര്യങ്ങൾ ഇമ്പോസ് ചെയ്ത സമയത്ത് നമുക്ക് വാക്സിൻ ഉണ്ടായിരുന്നില്ല, മാസ്ക് N95 പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചില പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തത് ഇസ് ലാർജ്ലി ബിക്കോസ് ഓഫ് എ പ്രൊട്ടക്റ്റീവ് മൈൻഡ് സെറ്റ്. കാരണം അത്രയധികം മരണങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് കോവിഡിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ സാധാരണക്കാരുടെ മനസ്സിലെല്ലാം ഉള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ചോദ്യം, എങ്ങനെയാണ് ശരിക്കും കൊറോണ വൈറസ് ഉണ്ടായത്? അല്ലെങ്കിൽ ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള തിയറീസ് വരുന്നുണ്ട്. അത് ചൈന പുറത്തുവിട്ടതാണ്, ചൈന ലോകത്തെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വൈറസ് ആണത്. അങ്ങനെ പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. WHO നിയോഗിച്ച സംഘത്തിന് പോലും വളരെ വ്യക്തമായ ഒരു റിസൾട്ട് ഒന്നും നൽകാൻ കഴിഞ്ഞില്ല. സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് ഡോക്ടറിന്റെ അസംഷൻ എന്തായിരിക്കാം? ഇതിൽ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ തന്നെ വളരെയധികം ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഉണ്ട്. സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ തന്നെ ചില ആളുകൾ ഇത് സൂനോട്ടിക് ഡിസീസ് ആണ്, വന്നതാണ്. ചില ആളുകൾ പറയുന്നുണ്ട് ഇത് ലാബിൽ നിന്ന് ലീക്ക് ചെയ്തതാണ്. പക്ഷെ ഇത് പ്രൂവ് ചെയ്യാൻ വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇത് പ്രൂവ് ചെയ്യുന്നത് മോസ്റ്റ്ലി ജനിതക ശ്രേണി നിർണ്ണയം വഴിയാണ്. ഇതിനു മുമ്പ് നടന്നതോ ഇതിന് അടുത്ത് നടന്നതോ ആയ കൊറോണ വൈറസ് ഔട്ട് ബ്രേക്സിന്റെ ജനിതക ശ്രേണി നിർണ്ണയം വഴിയാണ്. ഇത്തരത്തിലുള്ള വളരെയധികം ജനിതക ശ്രേണികൾ ഇപ്പോൾ അവൈലബിൾ അല്ല. വളരെയധികം ജനിതക ശ്രേണിയിൽ കുറച്ച് ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് ചില സീക്വൻസസ് ഇപ്പോൾ പബ്ലിക് ഡേറ്റാബേസിലുണ്ട്, ചിലത് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കുറച്ച് കൺഫ്യൂഷൻ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ തന്നെയുണ്ട്. പക്ഷെ ഇതിലൊരു കൺസെൻസസ് ഇപ്പോൾ ആയിട്ടില്ല. കാരണം അത് കൺസെൻസസ് ആവാനും ഇത് പ്രൂവ് ഡിസ്പ്രൂവ് ചെയ്യാനുമുള്ള ഡേറ്റ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. സാഴ്സ് കൊറോണ വൈറസ് 2 വിശേഷിപ്പിക്കുന്നത് നോവൽ കൊറോണ വൈറസ് എന്നാണ്. ആ ഒരു നോവലിറ്റി എപ്പോഴും ഉള്ളൊരു വൈറസ് ആണ് കോവിഡിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ വിശേഷങ്ങൾ എപ്പോഴും കോവിഡിനെ കുറിച്ച് ഉണ്ടായിരിക്കും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പുതിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ ഡോക്ടർ വീണ്ടും നമുക്കൊപ്പം ചേരും. തൽക്കാലം നന്ദി.